ഒരാണായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ വൈഫടക്കം പല സ്ത്രീകളും ഈ ഒരു ഡയലോഗ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ആണുങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാണ്. ശരിക്കും ഒരാണിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. സോ ആണുങ്ങളുടെ ലൈഫ് എങ്ങനെയിരിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടെ. 35 വർഷത്തെ അനുഭവ സമ്പത്തും എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ജീവിതങ്ങളിൽ നിന്നും ചീന്തിയെടുത്ത ഏടുകളുമാണ് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനം. സോ ഒരാണിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്യത്യാസം വരുന്നത് ഡിഗ്രി കഴിയുമ്പോഴാണ്. ഒരു ഡിഗ്രി കഴിയുമ്പോൾ പെൺകുട്ടിയുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. 1, അവൾക്ക് വെറുതെ വീട്ടിലിരിക്കാം. 2, അവൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം. ഇല്ലെങ്കിൽ അവൾക്ക് കല്യാണം കഴിച്ച് സെറ്റിലാവാം. പക്ഷേ ഒരു ആൺകുട്ടിയുടെ മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ജോലിക്ക് പോവുക. ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടുന്നത് വരെയുള്ള സമയം ഒരു ആണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നരകയാതന പിടിച്ച സമയമാണ്. കാരണം ആ സമയത്ത് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഈ ഒരു കാര്യം ജോലി ആയില്ലേ എന്ന് ചോദിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ ഉരുളച്ചോറും ഇറങ്ങുന്നത് വീട്ടുകാരുടെ ചിലവിലാണെന്നും ഇത് നീ സമ്പാദിച്ചു കൊണ്ടുവരേണ്ടതാണെന്നും ഉള്ള കുത്തുവാക്കുകൾ കേട്ട് സഹിച്ചിട്ട് വേണം വീട്ടിൽ പിന്നീടുള്ള സമയം ചിലവഴിക്കാൻ. സോ ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു പെൺകുട്ടി വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുന്നത് വളരെ നോർമലായൊരു കാര്യമാണ്. അപ്പോൾ വേണമെങ്കിൽ അവൾക്ക് വല്ല കോച്ചിങ്ങിനോ PSC കോച്ചിങ്ങിനോ ഒക്കെ പോയാലും വീട്ടിൽ നിന്ന് ഭക്ഷണം തരുന്ന സമയത്ത് നീ വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരാതെ ഈ കഴിക്കുന്നത് മോശമാണ് എന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും പെൺകുട്ടികൾക്ക് സഹിക്കേണ്ടി വരില്ല. ഇനി അടുത്ത കാര്യം, ഇവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ പണം എന്ത് ചെയ്യണം? ആ പണം വീട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണം. കാരണം ആ വീട്ടിൽ ഓൾറെഡി പാരൻസ് ഉണ്ടാക്കി വെച്ച കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവൻ ആദ്യമായിട്ടൊരു ശമ്പളം മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ CID മൂസയെ കാണുന്ന പോലെ ഇതാ എൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതങ്ങ് ഏൽപ്പിക്കും. സോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കിയ ബാധ്യതകൾ തീർക്കുക എന്നുള്ളതാണ് ഈ ആൺപിള്ളേരുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഇത് വിട്ടിട്ട് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് ഒരു വണ്ടി വാങ്ങി, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങി, ഷൂ വാങ്ങി, മൊബൈൽ വാങ്ങി, ഇങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ച് എന്താ പറയുക? അവന് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, അവൻ്റെ ആവശ്യത്തിന് ചിലവാക്കി പോകുന്നുണ്ട്. ഇതൊരു തെറ്റായ കാര്യമായിട്ടാണ് സമൂഹം കണ്ടുവച്ചിരിക്കുന്നത് പണ്ട് തൊട്ടേ. ഇപ്പോൾ ബന്ധുക്കളാണെങ്കിലും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റും നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, സ്വന്തം ശമ്പളത്തിന് സ്വയം ചിലവാക്കി ജീവിക്കുന്ന ചെക്കനെ ഒരു ധൂർത്തൻ, മോശക്കാരൻ എന്ന രീതിയിലാണ് സംസാരിക്കുക. പക്ഷേ പെൺകുട്ടികൾക്ക് ഈ പ്രശ്നം കണ്ടിട്ടില്ല. ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്ന നമുക്കൊരു 10,000 രൂപ ശമ്പളം, ഒരു ചെറുക്കൻ വർക്ക് ചെയ്യുന്ന ആ വീട്ടിൽ തന്നെ അവനൊരു 15,000 ശമ്പളം. ഈ 15,000 കിട്ടുന്നവൻ വീട്ടിലേക്ക് 5,000 10,000 കൊടുത്ത് ബാക്കി 5,000 അവൻ പൊട്ടിച്ചാലും പ്രശ്നമാണ്. പക്ഷേ ഈ 10,000 കിട്ടുന്ന പെൺകുട്ടി അവൾക്ക് അത്രയേ കിട്ടുന്നുള്ളൂ, അവളുടെ ചിലവിന് ഉപയോഗിച്ചോട്ടെ എന്നൊരു മൈൻഡാണ് വീട്ടുകാർക്കുള്ളത്. പക്ഷേ ആൺകുട്ടിയുടെ സമ്പാദ്യം, അവൻ്റെ വരുമാനം വീടിന് വേണ്ടി ചിലവഴിക്കണം. അവന് ചിലവാക്കിയില്ലെങ്കിൽ അവൻ സ്വാർത്ഥനാണ്, ധൂർത്തനാണ്. ഇനി അടുത്ത സ്റ്റേജ് കല്യാണം. ഒരു ആൺകുട്ടി അവനൊരു ജോലിയൊക്കെയായി 10-20,000 രൂപ ശമ്പളമുണ്ട്, 27 വയസ്സ്, എനിക്കൊരു കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം വീട്ടിലൊരു പെങ്ങളുണ്ടെങ്കിൽ ആദ്യം ഈ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് വിടണം. ഇനി ആ അനിയത്തി ഇപ്പോൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് വെച്ചാലും ഈ ചേട്ടന് പെട്ടെന്ന് പെണ്ണ് കിട്ടില്ല. കാരണം വീട്ടിലൊരു അനിയത്തി നിൽക്കുന്ന വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയുടെ പാരൻസും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടില്ല. അത് അവർ തമ്മിലുള്ള പ്രശ്നം, നമുക്ക് ആണുങ്ങൾ കയ്യിലൊന്നും ചെയ്യാനില്ല. സോ ഈ പെൺകുട്ടി ഈ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കുന്നവരെ ഇവൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ അനിയത്തിക്ക് പെട്ടെന്നൊന്നും കല്യാണം ശരിയാവില്ല, ഒരു കൊല്ലം കഴിയും, അപ്പോൾ ഇനി 28 വയസ്സാവും. അത് കഴിഞ്ഞ് അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ചിലവിൻ്റെ കാര്യം വരുന്നു. ഈ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ ചിലവ് ഈ ആങ്ങളയുടെ ഉത്തരവാദിത്തമാണ്. അവൻ ലോൺ എടുത്തോ മറ്റോ ഇതിനുള്ള പണം കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഇവരെ പൊതു സ്വത്തിൽ നിന്നും, അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് സ്ഥലം വിറ്റോ വീട് പണയം വെച്ചോ ഈ ഒരു കല്യാണത്തിൻ്റെ ചിലവ് കണ്ടെത്തും. ഇനി ഇതിനുള്ള പണം ചിലവാക്കാൻ നിങ്ങൾക്ക് വയ്യ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കുടുംബത്തിൽ ജനിക്കേണ്ടെന്നല്ല, ജനിക്കേണ്ടിയേ ഇരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കുത്തുവാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഇവിടെ ഒരു ആൺകുട്ടിക്ക് കിട്ടാത്തൊരു പ്രിവിലേജ് ഈ പെൺകുട്ടിക്കുണ്ട്. സ്വന്തം കല്യാണത്തിന് 1 രൂപ പോലും ചിലവാക്കിയില്ലെങ്കിലും ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാം. സോ അങ്ങനെ ഈ ആങ്ങള ലോൺ എടുത്ത് പെങ്ങളെ കെട്ടിച്ചു വിടുന്നു. ഈ ബാധ്യത കിടക്കുമ്പോൾ അവന് ഉടനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സോ ആ ബാധ്യത തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അവൻ്റെ ഡ്യൂട്ടി. ഇനി ഈ പെങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പെട്ടെന്നൊന്നും പോവില്ല. ഓൾറെഡി നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്തിൽ നിന്നും ഒരു ഭാഗം ചിലവാക്കിയിട്ട് പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്ത് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പണ്ടൊക്കെ അങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ വീട് ഈ ആൺകുട്ടിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ റൂൾ പ്രകാരം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സ്വത്തിൽ തുല്യ അവകാശമാണ്. സോ ഈ പെങ്ങൾ പിന്നീട് ഒരു വീട് വയ്ക്കുന്ന സമയത്ത് നിങ്ങളോട് വന്ന് പറയും, ഒന്നെങ്കിൽ ഈ ഭാഗം എനിക്ക് തരണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു എമൗണ്ട് തരണം. സോ ഈ പെങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടി അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. ഇതിങ്ങനെ ലൈഫ് ലോങ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പല സമയത്തും ഈ ആങ്ങളയുടെ അടുത്താണ് ഈ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് ഈ പെങ്ങൾ വരിക. വീട്ടുകാരും
ഈ ആങ്ങളെ തന്നെ നിർബന്ധിക്കും, നിനക്കൊരു പെങ്ങളല്ലേ ഉള്ളൂ, അവളുടെ കാര്യം നീയല്ലേ നോക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അതിന് വേണ്ട പണം കൊടുപ്പിക്കും. ഇനി അതും കഴിഞ്ഞ് ഇവൻ്റെ കല്യാണ ആലോചന തുടങ്ങുന്നു. ഈ കല്യാണ ആലോചന തുടങ്ങുമ്പോൾ ഇവൻ്റെ വീട് ഒരു പ്രശ്നമാണ്, ഇവനൊരു വണ്ടി ബൈക്കാണ്, അതുപോലെ കാറ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ കല്യാണം നടക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ വീട് നന്നാക്കാനുള്ള പരിപാടി, പിന്നെ കാറ് വാങ്ങാനുള്ള പരിപാടി, ഇങ്ങനെ ഇവൻ ഇതിനു വേണ്ടി പണം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും അവനൊരു 30 വയസ്സ് കഴിയുന്നു. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെക്കന്മാർക്ക് കല്യാണ മാർക്കറ്റിൽ വലിയ ഡിമാൻഡില്ല. ഇത് പലർക്കും പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് പേരുണ്ട്. പാരൻസ് ഉണ്ടാക്കിയ ബാധ്യത തീർക്കണം, പെങ്ങളെ കെട്ടിക്കണം, വീട് നന്നാക്കണം, ഇതൊക്കെ ചെയ്തൊരു 30 വയസ്സ് കഴിയും. പക്ഷേ പെൺകുട്ടികളുടെ പാരൻസ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം തീർത്തിട്ട് 27-28 വയസ്സിലൊരു ചെറുക്കൻ റെഡി ആവണം എന്നാണ്. പക്ഷേ ഈ പാരൻസ് ചിന്തിക്കാത്തത് അവരൊരു 50 വർഷം കൊണ്ട് നേടിയെടുത്ത ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി 27 വയസ്സിലൊരു ചെറുക്കന് നേടിയെടുക്കാൻ പറ്റില്ല. അവനൊരു 21-22 വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. 5 കൊല്ലം കൊണ്ട് ബാധ്യത മൊത്തം തീർത്ത് വീടും നന്നാക്കി കാറും മേടിച്ച് ഫുൾ സെറ്റിൽ ആവാനൊന്നും ആരെയും കൊണ്ടും പറ്റില്ല. പക്ഷേ ആ റിയാലിറ്റിക്ക് ഇവിടെ വലിയ ഡിമാൻഡില്ല. ഇനി ചെറുപ്പക്കാരനാണെന്ന് തന്നെ വിചാരിക്കുക, ഒരു 26-27 വയസ്സുള്ളൊരു പയ്യൻ, അവനൊരു കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ അവന് ജോലിയില്ല. പക്ഷെ ഒരു പെൺകുട്ടിക്ക് ജോലി ഇല്ലാത്ത, ഡിഗ്രി കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അവൾക്കൊരു കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, ഫാമിലി വേണമെന്ന് അവൾ ആഗ്രഹിച്ചാൽ അതിവിടെ നടത്തി കിട്ടും. കാരണം അവളുടെ പാരൻസ് ഒരു വരനെ കണ്ടുപിടിച്ച്, അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് വിടും. ഇവിടെ എല്ലാവരും പറയുന്ന പെൺകുട്ടി വിക്ടിമാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് തന്നെ പറയാം. ഒരു പെൺകുട്ടിയെ ഒരു നല്ല സാമ്പത്തിക സെറ്റപ്പുള്ള ഒരു പയ്യൻ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുക്കിങ്ങിനൊക്കെ ഒരു ചേച്ചി വരുന്നുണ്ട്, ക്ലീനിങ്ങിന് വേറൊരാൾ അവന് വെക്കുന്നു, കാരണം അതിനുള്ള വരുമാനമുണ്ട്. അങ്ങനെ അവൻ്റെ അധ്വാനം കൊണ്ട് അവനൊരു കാറ് വാങ്ങുന്നു. ഈ കാറിൻ്റെ താക്കോല് വാങ്ങി ഫോട്ടോ എടുക്കുന്നത് അവൻ്റെ ഭാര്യയാണ്. ഇവൻ്റെ അധ്വാനം കൊണ്ട് അവരൊരു വീട് വയ്ക്കുന്നു. ആ വീടിൻ്റെ എന്താ പറയുക, വിളക്കും എടുത്ത് അകത്ത് കയറുന്നു. ആ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഈ ഭാര്യ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ഇവനുണ്ടാക്കുന്ന പണത്തിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും ഇവൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇത് വളരെ നോർമലാണ് അല്ലേ? ഇത് കാണുമ്പോൾ നമുക്കങ്ങനെ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. ഇനി ഇതേപോലെ ഒരു പയ്യൻ, നേരത്തെ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞ് ഒരു പയ്യൻ ഇരിക്കുന്നു, അവനും കല്യാണം കഴിക്കണം, സെക്സ് ചെയ്യണം, കുട്ടികൾ വേണം, അവനും ഫാമിലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിര വരുമാനമുള്ള, ഇപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള പെൺകുട്ടികളുണ്ടല്ലോ, സ്ഥിര വരുമാനമുള്ള അല്ലെങ്കിൽ ഹൈ സാലറി മേടിക്കുന്ന IT ഫീൽഡിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനൊരു പയ്യനെ കല്യാണം കഴിക്കുമോ? കഴിക്കില്ല. ഇങ്ങനെ ഒരു പയ്യനെ അവർക്ക് കല്യാണം കഴിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും അവർക്ക് ഒരാളെ വയ്ക്കാനുള്ള വരുമാനം അവർക്ക് ഉണ്ടാവും. അവനൊരു നല്ല കമ്പാനിയനായിട്ട് കൂടെ നിൽക്കാം, ഇവൾക്ക് ഇവളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലെ ആ ഒരു ഭാര്യ അയാളുടെ സക്സസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, അയാളുടെ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇവളവിടെ ഉണ്ട്, ഇവൾ ആ വീട്ടിൽ അവൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്, അവൻ്റെ കുട്ടികളെ പ്രസവിക്കുന്നു, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നു. ഇതാണ് ആ ഒരു ഭാര്യ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇവനും ചെയ്യും. അവൾക്ക് കുട്ടികളെ വേണമെങ്കിൽ ഇവനും കൂടെ വേണമല്ലോ. അങ്ങനെ കുട്ടികളെ ഉണ്ടാക്കുന്നു, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യാൻ ഇവൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ഒരു പയ്യനെ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആയ ഒരു പെൺകുട്ടി വന്ന് കല്യാണം കഴിക്കില്ല. കാരണം എന്താ? വുമൺ ഓൾവേസ് മാരി അപ്പ്. അവർ എപ്പോഴും അവരെക്കാളും പ്രായവും ഉയരവും സാമ്പത്തിക നിലവാരവും കൂടുതലുള്ള ആളെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുള്ളൂ. പക്ഷേ സമൂഹം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അവിടെ പെൺകുട്ടി വിക്ടിമാണ് എന്ന രീതിയിലാണ് ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വിവാഹ ബന്ധത്തിലൂടെ തന്നെക്കാൾ മികച്ച ഒരാളെ കല്യാണം കഴിക്കുന്ന, ഒരു വരുമാനമില്ലെങ്കിലും ഒരു വരുമാനമുള്ള, സാമ്പത്തികമായിട്ട് സെറ്റിൽഡായ ഒരാളെ കല്യാണം കഴിച്ച് ലൈഫ് സെറ്റിലാവുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു വിവാഹത്തിൽ വിക്ടിം ആവുന്നത്? സോ ആ ഒരു ഇമേജേ തെറ്റാണ്. ഇവിടെ ആക്ച്വലി ആരാണ് വിക്ടിം ആവാൻ പോകുന്നതെന്നുള്ളത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ കല്യാണം വരെ എത്തി. നേരത്തെ പറഞ്ഞ പോലെ ബാധ്യതകളൊക്കെ തീർത്ത് വന്നപ്പോൾ ഈ ചെറുക്കിന് കല്യാണം കഴിക്കാനുള്ള പ്രായം കടന്നുപോയി. എന്നാലും അവൻ അവസാനം ഒരു പെണ്ണ് കിട്ടി എന്ന് കരുതുക. പക്ഷേ ഈ കല്യാണത്തിൻ്റെ പണം എങ്ങനെ ഉണ്ടാക്കും? അത് അവൻ തന്നെ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് സ്വന്തം കല്യാണത്തിൽ 1 രൂപ പോലും ചിലവാക്കാതെ വിവാഹം കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു ആണിനത് പറ്റില്ല. അവൻ്റെ കല്യാണ ചെലവിനുള്ള പണം അവൻ തന്നെ കണ്ടെത്തണം. അപ്പോൾ ഓൾറെഡി ബാധ്യതകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ പുറമെ ഒരു ലോൺ എടുത്തിട്ട് വേണം ഇവൻ കല്യാണം കഴിക്കാൻ. അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ എത്തിപ്പെടുന്നത് എവിടേക്കാണ്? അവിടെ തുടങ്ങുകയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി സർക്കസ്. അതൊരു സർക്കസാണ്. ആ സർക്കസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ 25ാം വിവാഹ വാർഷികത്തിൻ്റെ പത്രപരസ്യങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ അതിലിപ്പോൾ ഉള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോയും കല്യാണം കഴിക്കുമ്പോഴുള്ള ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും. ആ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ കുറച്ച് തടിച്ചിട്ടുണ്ടാവും, ആ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഭർത്താവിനെ നോക്കി കഴിഞ്ഞാൽ പണ്ട് നല്ല ചുള്ളനായ സുമുഖനായ വ്യക്തി, ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മുടിയൊക്കെ പോയി പ്രായമായിട്ടുള്ള ഒരാളായിരിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
ഇവിടെ സംഭവിക്കുന്നത് ഇയാൾ ആ സർക്കസിന് ഇടയിൽപ്പെട്ട് അയാളുടെ ജീവിതം ഇങ്ങനെയായി. അയാൾ അനുഭവിച്ച ആ ഒരു ജീവിതാനുഭവമാണ് അയാളുടെ രൂപത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. കാരണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ പഠിക്കുന്ന കാലം തൊട്ട് നീ മറ്റൊരു വീട്ടിൽ പോകാനുള്ള ആളാണ്, ഇങ്ങനെ കാര്യങ്ങൾ നീ പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ ചെറുക്കന്മാർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവൻ കല്യാണം കഴിച്ച് ഫസ്റ്റ് ഡേ തൊട്ടാണ് ഇവൻ ഈ സർക്കസിൽ പോയി പെടുന്നതും ഇവൻ ഈ അപകടം മനസ്സിലാവുന്നതും. അതായത് തലേ ദിവസം വരെ, കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ രാത്രി അമ്മ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ഓക്കെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് വൈകിട്ട് അമ്മ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ എന്ത് പറയും? ഒരു പെണ്ണ് വന്നപ്പോൾ അവൻ ഞാൻ പറയുന്നത് കേൾക്കാതെ. അപ്പോൾ ഇപ്പം മേപ്പെട്ട് നോക്കിയിരിക്കും, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? അതൊരു സാമ്പിൾ മാത്രമാണ്. പിന്നെ അങ്ങോട്ട് ഈ അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽപ്പെട്ട് പെടാപ്പാട് വിടുക എന്നുള്ളതാണ് ഈ ആണിൻ്റെ വിധി. ഇനി ഇത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് അവൻ്റെ പെങ്ങൾ വീട്ടിലേക്ക് നിൽക്കാൻ വരും. വന്നു പറഞ്ഞ പെങ്ങൾക്ക് ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി, ഇപ്പോൾ ഇവിടെ അടിച്ചു വരാറൊന്നുമില്ല അല്ലേ എന്നൊരു ഡയലോഗ് പറഞ്ഞാൽ ഭാര്യ വന്നിട്ട് ഇവളെന്ത് വർത്താനം പറയണേ, ഞാൻ അടിച്ചു വരിയിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ. ഇത് കേൾക്കുന്ന അമ്മ ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നും ശരിയാണല്ലോ, പഴയ പോലെ ഒരു വൃത്തിയില്ല, എവിടെ ഈ പെങ്ങൾ വീട്ടിലുള്ള പഠിച്ചു വരാറുണ്ടാവില്ല. പക്ഷേ അവൾ ആ ഒരു ഡയലോഗ് പറഞ്ഞ് അവളങ്ങ് അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നെ ആ വീട്ടിലാകെ പ്രശ്നമായി. ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഈ ഒരു ആണാണ്. ഈ അമ്മമാർ അപ്പോൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഭയങ്കര സംഭവമാണ്. അതായത് അമ്മയുടെ മകൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് മകൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ പെൺകോന്തനാണ്. പക്ഷേ മകളുടെ ഭർത്താവ് മകൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ സ്നേഹമുള്ളവനാണ്. അതായത് അളിയൻ ചെയ്യുന്ന കാര്യം ഇവൻ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ്റെ അമ്മയുടെ മുന്നിൽ അത് കുറ്റമാണ്. ഇനി ഈ സർക്കസ് വല്ലാതെ കൂടുമ്പോൾ വേറൊരു വീടെടുത്ത് ഭാര്യയുമായിട്ട് അവിടെ പോയി കഴിയണം. അതാകുമ്പോൾ ഒരാളുടെ ഡ്രാമ മാത്രം അനുഭവിച്ചാൽ മതി. അങ്ങനെ ഭാര്യയും കുട്ടികളുമൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ഇവൻ ലൈഫ് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ഈ ഭാര്യ ചെയ്യുന്ന ആദ്യത്തെ ഒരു പരിപാടി ഇവൻ്റെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടികൾ പൊതുവെ അവരുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ട് ചെയ്യും. അപ്പോൾ ഭർത്താവിന് മാത്രം ഫ്രണ്ട്സ് ഉണ്ട്, ഭർത്താവ് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അത് കാണുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കില്ലാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തിനാ എന്നുള്ളതാണ് അവരുടെ ന്യായം. അങ്ങനെ ഓരോ ഫ്രണ്ട്സിനായിട്ട് അവർ കട്ട് ചെയ്യുന്നു. കൂടുതൽ സമയവും ഭാര്യയുടെയും ഫാമിലിയുടെയും കൂടെ മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവരെ ഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട്സും നഷ്ടപ്പെട്ട് ഫാമിലി നഷ്ടപ്പെട്ട് ഈ ആണ് ആ വീട്ടിൽ കഴിയാണ്. സോ ഭാര്യ നല്ല സ്നേഹത്തിൽ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും, അത് ഓക്കെയാണ്. പക്ഷേ ഒരു ദിവസം ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാലോ പെട്ടു. പിന്നെ അയാൾ ആ വീട്ടിൽ ആരും അല്ലാത്ത പോലെ ആയിപ്പോവും. കാരണം ഈ ഭാര്യമാർ പിണങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇറക്കുന്ന ഐറ്റം സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ മിണ്ടില്ല, പിണങ്ങി നടക്കുന്നു, ചോദിച്ചതിന് മറുപടി ഉണ്ടാവില്ല, പിന്നെ ഭയങ്കര റൂഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. ചില സമയത്ത് ഇവനെ എന്താണ് ചെയ്തതെന്ന് ഇവനെ അറിയ പോലുമില്ല. കാരണം പിന്നെ ഗെസ്സിങ് ഗെയിമാണല്ലോ, പശുമേധം ആണ് പിന്നെ അവിടെ നടക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, 20 ചോദ്യം ചോദിച്ചിട്ട് എന്തായിരുന്നു പ്രശ്നം, അതാണോ പ്രശ്നം, ഇതാണോ പ്രശ്നം. ചിലപ്പോൾ ഭാര്യ തന്നെ മറന്നു പോയിക്കാണോ എന്താണ് പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിൽ ഇവരൊറ്റയ്ക്ക് വീട്ടിലിരുന്ന് ആലോചിച്ച് കൂട്ടിയ ദേഷ്യം കൊണ്ടായിരിക്കാം. പിന്നെ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ ഭർത്താവിനോട് പണങ്ങുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. പക്ഷേ തുറന്ന് പറയില്ല. ഇപ്പോൾ നമുക്ക് ആൺപിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലോഞ്ചിവിറ്റിയുടെ ഗുണം എന്ന് പറയുന്നത്, നീ ഈ കാര്യം ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ എന്ന് പറഞ്ഞ് 2 തെറിയും കൂടെ ആയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അത് കേൾക്കുന്നവന് മനസ്സിലാവുന്നു, അതോടുകൂടി അവനത് തിരുത്തുന്നു, അങ്ങനെ അത് സോൾവ് ആവുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തുറന്നു പറച്ചിലില്ല. ഈ ഗെസ്സിങ് ഗെയിമിൻ്റെ ഇടയിൽപ്പെട്ട് ടെൻഷൻ അടിച്ച് മുടിയും കളഞ്ഞ് പ്രായം കൂടി കുറേ ആണുങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. സോ അതാണ് പിന്നീട് അങ്ങോട്ടുള്ള സർക്കസ്. നേരത്തെ ഫാമിലി എല്ലാമുള്ള സർക്കസ് ആയിരുന്നു. ഇതിന് ഭാര്യയുടെ ഡ്രാമ മാത്രം വെച്ചുള്ള സർക്കസായിട്ട് ഇവൻ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇവനൊരു സപ്പോർട്ടിന് വേണ്ടി ഇവനൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇല്ല. ഈ ഭാര്യയ്ക്ക് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, അത് അവളുടെ അമ്മയാണ്. നമ്മൾ എവിടെ നോക്കിയാലും കാണാം. ഈ കല്യാണം കഴിയുന്ന പെൺകുട്ടി കല്യാണം കഴിയുന്നവരെ അമ്മയുടെ അടുത്ത് അടിയും തല്ലൊക്കെ ആയിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ അമ്മയെ കൃത്യമായിട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യും. ഇവനാണെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. സോ ഇവൻ ഇതൊന്നും വീട്ടിൽ പോയി പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിൽ എണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ അവൾ അങ്ങനെയായിരുന്നു, അതല്ല അവൾ നിന്നെ വിട്ടിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിച്ചത്, നീ ഇതൊക്കെ അനുഭവിക്കുന്നുള്ള കുത്തുവാക്കവും കേൾക്കേണ്ടി വരും. ഇതേസമയം ഇവൻ്റെ ഭാര്യ നടക്കുന്ന എല്ലാ കാര്യവും സ്വന്തം അമ്മയെ വിളിച്ച് പറയുമ്പോൾ അമ്മ അത് കൂടുതലായിട്ട് എടുത്തിട്ട് കൂടുതൽ ഡ്രാമ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഇവൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത പ്രശ്നം ജോലിയാണ്. ജോലിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റും വർക്ക് ലോഡും പിന്നെ ഓഫീസ് പൊളിറ്റിക്സും എല്ലാം കാരണം ഒരു ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാണ് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര പ്രശ്നത്തിലാണ്, അവന് ജോലി രാജിവെക്കണമെന്നുണ്ട്. അതേപോലെ ഒരു പെണ്ണ്, അവൾക്കും അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ഭയങ്കര പ്രശ്നമാണ്, അവൾക്കും റിസൈൻ ചെയ്യണമെന്നുണ്ട്. ഇനി ഞാൻ 2 സിറ്റുവേഷൻസ് പറയാം. നിങ്ങളുടെ ഒരു ആൺ സുഹൃത്ത് നിങ്ങളോട് പറയുന്നു, എടാ വൈഫ് വർക്ക് ചെയ്യുന്നിടത്ത് ഭയങ്കര വർക്ക് ലോഡൊക്കെയാണ്, അവൾ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഇത് കേൾക്കും നിങ്ങളെന്ത് പറയും? ശരിയാണ്, എല്ലായിടത്തും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ, കുഴപ്പമില്ല, റിസൈൻ ചെയ്താൽ സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറയും. അപ്പോൾ സുഹൃത്ത് പറയും, എല്ലാ മാസവും ഒരു 10,000 അല്ലെങ്കിൽ 10,000 കിട്ടിക്കൊണ്ടിരുന്നതാണ്,
ഇനിയിപ്പോൾ എൻ്റെ സാലറി മാത്രം വെച്ച് മുന്നോട്ട് പോകണം, അതെങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം എന്ന് പറയുമ്പോൾ ആ കോൺവെർസേഷൻ അവിടെ തീർന്നു. അല്ലാതെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഈ സുഹൃത്തിൻ്റെ ഭാര്യ ഒരു കഴിവില്ലാത്തവളാണെന്നോ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു പരാജയമാണെന്നോ ഉത്തരവാദിത്തമില്ലാത്തവളാണെന്നോ എന്നൊന്നും നിങ്ങൾ പറയില്ല. കാരണം അത് നോർമലായൊരു കാര്യമാണ്. ഒരാൾ വർക്ക് സ്ട്രെസ് കാരണം ഒരാളുടെ ഭാര്യ റിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ നോർമലായി അവസാനിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങളൊരു പെൺ സുഹൃത്ത് നിങ്ങളോട് വന്ന് പറയുന്നു, എൻ്റെ ഭർത്താവ് റിസൈൻ ചെയ്യാൻ പോകാമെന്ന് പറയുന്നു. അപ്പോൾ ആ കോൺവെർസേഷൻ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ തന്നെ ചോദിക്കും, എന്തിനാപ്പോൾ റിസൈൻ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയും വർക്ക് ലോഡാണ്. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഇവിടെ വർക്ക് ലോഡ് നമുക്കില്ലാത്ത പോലെ, എല്ലാവർക്കും വർക്ക് ലോഡ് ഉണ്ട്, ഇയാളിങ്ങനെ റിസൈൻ ചെയ്ത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു പെൺ സുഹൃത്ത് പറയും, ശരിയാണ്, അയാൾക്കൊരു ഉത്തരവാദിത്വമില്ല, അയാൾക്ക് കുറച്ച് സ്ട്രെസ് വന്നപ്പോഴേക്കും റിസൈൻ ചെയ്യാമെന്ന് പറയണം, ഇനി എങ്ങനെ ജീവിക്കുന്ന അറിയില്ല, വീട്ടിലെന്തോരം ചിലവുകളുണ്ട്, അതൊന്നും അയാൾക്ക് അറിയണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അയാളെ ഒരു ഉത്തരവാദിത്തമില്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധി ഇല്ലാത്തവൻ, കോമ്പാറ്റിബിലിറ്റി ഇല്ലാത്തവൻ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് പിടിച്ചേക്കാൻ കഴിവില്ലാത്തവൻ എന്നൊരു രീതിയിലേക്ക് ഈ ഒരു കോൺവെർസേഷൻ പോകും. അത് തന്നെയാണ് പ്രശ്നം. ഒരു പെണ്ണിന് ഒരു ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട്, തൽക്കാലം നീ റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നോ, ഞാൻ വീട്ടിലെ കാര്യം നോക്കിക്കോളാം എന്നുള്ളത്. പക്ഷെ ഒരു ആണിന് അങ്ങനെ റിസൈൻ ചെയ്യാൻ പറ്റില്ല. അവൻ റിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ പാനിക്കാവും. കാരണം ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? അല്ലാതെ ഞാൻ ജോലി ചെയ്ത് അതിനും കൂടെയുള്ള വരുമാനം കണ്ടെത്താം എന്നല്ല ആ ഒരു ലേഡി, ആ ഒരു ഭാര്യ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആണ് ചിന്തിക്കുക എന്താ, ഭാര്യയുടെ സാലറി ഇല്ല, സോ എൻ്റെ സാലറി മാത്രം വെച്ച് എങ്ങനെയും മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഭാര്യമാർ കുറവാണ്. ഭാര്യ ചിന്തിക്കുന്നത് ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകും. ഈ ഭാര്യ ഉടനെ ഈ കാര്യം ഇവളുടെ അച്ഛനെയും അമ്മയും വിളിച്ചു പറയുന്നു, അവളുടെ വീട്ടുകാരെ ഇടപെടുന്നു, നീ ഇങ്ങനെ റിസൈൻ ചെയ്താൽ എങ്ങനെയാണ്, നീ എൻ്റെ മോളെ നോക്കുന്നു വിചാരിച്ചിട്ടല്ലേ ഞാൻ നിനക്ക് മോളെ കല്യാണം കഴിപ്പിച്ചു തന്നത്, എല്ലാ നാട്ടിലും സ്ട്രെസ്സൊക്കെ ഉണ്ട്, ഞാനും പണ്ട് വർക്ക് ചെയ്തതാണ്, എനിക്ക് സ്ട്രെസ് ഉണ്ടെന്നൊക്കെ അമ്മയച്ചൻ വലിയ കാര്യത്തിൽ പറയും. പക്ഷേ അയാൾ അനുഭവിച്ച സ്ട്രെസ് അല്ല ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് ഈ പറഞ്ഞ ഇയാൾക്ക് മനസ്സിലാവണ്ടേ. ഇനി ഭാര്യയുടെ വീട്ടുകാർ പോട്ടെ, സ്വന്തം വീട്ടുകാർ എന്താ പറയുക, എടാ നീ ഇങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടി ഉപേക്ഷിച്ചിട്ട് ഉത്തരവാദിത്തമില്ലാണ്ട് നടക്കണോ, ജോലി സ്ട്രെസ്സൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, നീ എങ്ങനെയും കണ്ടിന്യൂ ചെയ്യാൻ പറയും. സോ പാരൻസ് ആണെങ്കിലും സ്വന്തം ഭാര്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയുടെ പാരൻസ് ആണെങ്കിലും ഒരാണ് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും സമ്മതിക്കില്ല, സപ്പോർട്ടും ചെയ്യില്ല, നല്ല രീതിയിൽ എതിർക്കുകയും ചെയ്യും. സോ ഈ ആണ് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവൻ ഈ സ്ട്രെസ്സ് മൊത്തം സഹിച്ച്, ഈ ഓഫീസിലെ സകല പ്രശ്നവും സഹിച്ച്, ടെൻഷൻ അടിച്ച് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമയത്ത് വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാമയ്ക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ ഈ ഡ്രാമ കൂടിക്കൂടി പോകുമ്പോൾ ഏതെങ്കിലും പോയിന്റിൽ ഇവന് ദേഷ്യം വരും. കാരണം ദേഷ്യം എന്ന് പറയുന്നത് ഗ്രീഫിൻ്റെ ബേസിലാണ് ഈ ദേഷ്യം വരുന്നത്. ഇവൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവൻ പിന്നെ റിയാക്ട് ചെയ്യുന്നത് ദേഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ആണിൻ്റെ മെൻ്റൽ ഹെൽത്ത് പ്രശ്നത്തിലാണെന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത് അവൻ ചൂടാവുമ്പോഴാണ്. പക്ഷെ അപ്പോഴും അവനോട് എന്താ പ്രശ്നം, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നല്ല പറയുക, നിങ്ങൾ എന്നോട് ചൂടായി എന്നതായിരിക്കും പ്രശ്നം. അവനിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അതും കംപ്ലൈൻ്റാണ്, അതും അടുത്ത കംപ്ലൈൻ്റായിട്ട് അവൻ്റെ നേർക്കെടുത്ത് പ്രയോഗിക്കും. ഇപ്പം നിങ്ങൾ പറയും ആണുങ്ങൾക്ക് എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്തുകൂടാ, പെണ്ണുങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്തുകൂടെ, നിങ്ങളുടെ വീക്ക്നെസ് എക്സ്പ്രസ് ചെയ്തുകൂടെ? അവിടെ ഒരു വലിയ അപകടമുണ്ട്. ഒരാണ് അവൻ്റെ വീക്ക് പോയിൻ്റ് കാണിച്ചാൽ അവൻ്റെ ഭാര്യ ഒരു തവണ കേട്ടിരിക്കുമായിരിക്കും, രണ്ടാമതും മൂന്നാമതും അവൻ വീക്ക്നെസ് പറഞ്ഞാലോ, അവനിരുന്ന് കരഞ്ഞാലോ ഭാര്യ എന്ത് പറയും? നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആണുങ്ങളായാലും ഇങ്ങനെയല്ല, ആണുങ്ങളായ ഇതൊക്കെ ഫൈറ്റ് ചെയ്യണം, എല്ലായിടത്തും സ്ട്രെസ്സും പ്രശ്നങ്ങളും ഉണ്ട്, അങ്ങനെയാണോ ആൾക്കാർ എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഓൾറെഡി അവനുണ്ടായ മുറിവിൽ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് അവസ്ഥയായിരിക്കും അവന്. പിന്നെ അവനെ അങ്ങോട്ട് ബ്ലെയിം ചെയ്യാനേ ഈ ഒരു വൈഫ് ശ്രമിക്കുകയുള്ളൂ, അല്ലാതെ പിന്നെയും അവൻ്റെ സങ്കടം കേട്ടിരിക്കാൻ നിൽക്കില്ല. ഇനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നിങ്ങളൊരു പെൺ സുഹൃത്ത് അവളുടെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് പറയണം, അയാൾ ഭയങ്കര വീക്കാണ്, അയാൾ എന്നും വന്ന് ഇമോഷണലി ഡൗൺ ആണ്, അയാൾ കരച്ചിലാണ് എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അയ്യോ അത് ആണുങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കുമോ? അല്ല, നിങ്ങളെന്താ പറയുക, ആണുങ്ങളായി ഇങ്ങനെയാണോ, കരച്ചിലും പിടിച്ചിലാണോ, നമ്മൾ ഇത്രയും സ്ട്രെസ്സൊക്കെ അനുഭവിച്ച് വർക്ക് ചെയ്യുള്ളൂ, ഇയാളെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അയാളൊരു മോശക്കാരനാക്കാനേ നിങ്ങളാണെങ്കിലും ശ്രമിക്കുകയുള്ളൂ. സോ ഇവിടുത്തെ ഒരു പ്രശ്നം, ആണ് വീക്ക്നെസ് കാണിച്ചാൽ പിന്നെ അവന് തീരെ വില ഉണ്ടാവില്ല. കാരണം ആണാണ് അവൻ, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു ആണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അവൻ എപ്പോഴും പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡർ ആയിരിക്കണം. അതിൽ നിന്ന് ഒരല്പം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ഇമേജാണ് വരുന്നത്. ഇനി വേറൊരു അപകടം, നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമോഷണലി മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ, അത് ഭാര്യയാവാം, അമ്മയാവാം, സഹോദരിയാവാം, അവർ ആ വീക്ക്നെസ് ഉപയോഗിച്ച് നിങ്ങളെ ട്രിഗർ ചെയ്ത് കാര്യങ്ങൾ സാധിക്കും, നിങ്ങൾ അങ്ങ് അടിച്ച് താഴ്ത്തും. ഇത് പല ആണുങ്ങളും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ ആൾക്കാർക്ക് പേടിയാണ് ആണുങ്ങൾക്ക് ഓപ്പണപ്പ് ആവാൻ. കാരണം ഇവൻ ഓപ്പണപ്പായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇവനെതിരെ ഉപയോഗിക്കപ്പെടും, ഇവൻ മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ ഉപയോഗിക്കപ്പെടും, ഇവനെ അടിച്ചു താഴ്ത്താനായിട്ട്, ഇവനെ ഒതുക്കാനായിട്ട് ഉപയോഗിക്കപ്പെടും. സോ അതുകൊണ്ടൊക്കെയാണ് ആണുങ്ങൾ തുറന്ന് പറയാത്തത്.
പിന്നെ ഈ പറഞ്ഞു എന്ന് വിചാരിക്കുക, തുറന്ന് പറഞ്ഞു, ഭാര്യ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്തില്ല, അവൾ കമ്പാഷനേറ്റായിട്ട് റിയാക്ട് ചെയ്തു. പക്ഷേ ഇവൾ ഈ കാര്യം ഇവളുടെ പാരൻസിനോട് പറഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? അവരെന്താ ചിന്തിക്കുക? ഇവൻ ഇവളെ നോക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇവന് കെട്ടിച്ചു കൊടുത്തത്. ഇവനിപ്പോൾ കരച്ചിലും പിടിച്ചിലാണെങ്കിൽ ഇവൻ ഇനി ഇവളെ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഫാമിലീനെ എങ്ങനെ നോക്കും? സോ അവനൊരു കുറഞ്ഞവനാണ്, അവൻ ഇതിന് കെൽപ്പുള്ളവനല്ല എന്നൊരു ഇമേജ് വരും. അച്ഛനും അമ്മയമ്മയും കൂടെ ഇടപെടും. ചിലപ്പോൾ മിക്കവാറും ഇവരൊരു ഡിവോഴ്സും മേടിച്ചു കൊടുക്കും. സോ ഒരാണ് ഈ സ്ട്രെസ്സും എല്ലാം താങ്ങി ഒരു പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡറായിട്ട് കുടുംബം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഇവന് എന്ത് കിട്ടും? ഇവൻ്റെ പിള്ളേർ ഇവനെ തിരിച്ചു നോക്കൂ, അവിടെ ഒരു അപകടമുണ്ട്. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വീട്ടിലേക്ക് പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അവർക്ക് വീട്ടിൽ റെലവൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അവർ കളിക്കുന്ന ഒരു കളി എന്ന് പറയുന്നത്, ഒരു കാര്യം മക്കളോട് നോ പറയണമെങ്കിൽ അത് ഭർത്താവിനെ കൊണ്ട് പറയിക്കും. പക്ഷേ അത് അവർക്ക് താല്പര്യമില്ലാത്ത, അതായത് ഭാര്യയ്ക്കും നോ പറയാൻ തോന്നിയ കാര്യമായിരിക്കും, അത് അവർ നേരിട്ട് പറയില്ല. അച്ഛൻ സമ്മതിച്ചില്ല എന്നേ മക്കളോട് പറയുള്ളൂ. ഇനി ഓക്കെ പറയേണ്ട കാര്യമാണെങ്കിൽ അത് ഇവർ തന്നെ ഓക്കെ പറയും. അത് അച്ഛൻ്റെ ഇവർ പെർമിഷൻ എടുത്ത് കൊടുത്ത പോലെ ആയിപ്പോവും. സോ ഫൈനലി മക്കളുടെ മുന്നിൽ ഇമേജ് എന്താ വെച്ചാൽ, അച്ഛൻ നോ പറയുന്ന, നമ്മൾ ഹാപ്പി ആവുന്നത് ഇഷ്ടപ്പെടാത്ത, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളും, അമ്മ സ്നേഹനിധിയായ എല്ലാം എസ് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും. ഇപ്പോൾ അമ്മയ്ക്ക് നോ പറയേണ്ട കാര്യം അച്ഛൻ എസ് പറഞ്ഞാലും അമ്മ മാനിപ്പുലേറ്റ് ചെയ്ത് അച്ഛനെ കൊണ്ട് അത് നോ പറയിക്കും. ഈ കളി കളിക്കുമ്പോൾ മക്കൾക്ക് അമ്മയോടാവും അറ്റാച്ച്മെൻറ്റ്. എന്നിട്ട് അവസാന കാലത്ത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ മരിച്ചാൽ ഈ മക്കൾ അമ്മയെ നോക്കും, കാരണം അമ്മ സ്നേഹനിധിയായ അമ്മയാണ്. പക്ഷേ അമ്മയാണ് ആദ്യം മരിച്ചു പോകുന്നതെങ്കിൽ അച്ഛനെ ഇവർ നോക്കില്ല, കാരണം അച്ഛൻ ഇവരുടെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ആളാണ്, ഒരു ശത്രുവാണ്. ഇതാണ് പ്രശ്നം. പിന്നെ ആണുങ്ങളുടെ പ്രശ്നം പറഞ്ഞല്ലോ, ഈ സ്ട്രെസ്സും കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇവർക്ക് ഭയങ്കരമായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിൽ ഈ വന്ന് ഈ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ്റെ ഗെയിം കളിക്കാനോ ആണുങ്ങളെ കൊണ്ട് പറ്റില്ല. സോ ഇതെല്ലാം സഹിച്ച് നിങ്ങളൊരു പ്രൊട്ടക്ടർ ആൻഡ് പ്രൊവൈഡറായിട്ട് കുടുംബം നോക്കി അവസാന കാലത്ത് എത്തിയാലും നിങ്ങളെ ആരെങ്കിലും നോക്കും എന്ന കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. സോ ഒരാണിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഇവൻ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇവൻ്റെ ഒരു ജോലി കിട്ടുന്നവരെ, ജോലി കിട്ടിക്കഴിഞ്ഞും വിവാഹം കഴിക്കുന്നവരെയും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞും ഫാമിലി ഉള്ളപ്പോൾ ഒന്നും ഇവനൊരു പ്രിവിലേജും കിട്ടുന്നില്ല. ആക്ച്വലി പറയുന്നത് ആണിന് പ്രിവിലേജ് ഉണ്ട് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നാണ്. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ, ഈ പറയുന്ന ഘട്ടങ്ങളിലൊന്നും സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ ഒരാണിനും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സും ജോലിയുടെ സ്ട്രെസ്സും എല്ലാം അനുഭവിച്ച് ഇതെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്താണ് ആണുങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ആണുങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്ത്രീകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങളുടെ എണ്ണം വല്ലാതെ കൂടുതലായി വരുന്നത്. കാരണം ഡെയിലി ബേസിസിൽ ഒരാണിന് താങ്ങേണ്ടി വരുന്ന സ്ട്രെസ്സും സോഷ്യൽ പ്രഷറും ഫാമിലി പ്രഷറും വർക്ക് ലോഡും എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാവുന്നതിൻ്റെയും അപ്പുറമാണ്. സോ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഇതൊരു ട്രാപ്പാണ്. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആണായി ജനിക്കുക എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. സോ നമ്മൾ ആ ട്രാപ്പിനകത്ത് പെട്ടു. ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ചില ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ജഡ്ജ്മെൻ്റൽ അല്ലാതെ അത് കേൾക്കുന്ന, അല്ലാതെ നമ്മൾ അതിൻ്റെ പേര് കുറ്റപ്പെടുത്താത്ത ചില ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ഒരു കാരണവശാലും വിട്ടുകളയരുത്. ഇപ്പോൾ ഭാര്യ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ഒന്നും അവരെ വിട്ടുകളയരുത്, കാരണം അവരെ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പ്രശ്നമാണെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിന് പോവുക, നല്ലൊരു കൗൺസിലിങ്ങിന് തന്നെ പോവുക. ഒരു സെഷന് ചിലപ്പോൾ ഒരു 1500 രൂപ തൊട്ടിട്ടൊക്കെയുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ട് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ആ ഒരു 1500 രൂപ നിങ്ങളെടുത്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കൗൺസിലിംഗ് എടുക്കുക. ചിലപ്പോൾ സൈക്കോളജിയിൽ നിൽക്കാത്ത സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട അവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ എനിക്ക് സൈക്കാട്രിസ്റ്റിനെ പോയി കാണുക, അവർ പറയുന്ന മരുന്ന് കഴിക്കുക. അങ്ങനെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഡെയിലി കോൺവെർസേഷൻസ് ഉണ്ടാക്കുക ഔട്ട്സൈഡ് ഓഫ് ദ ഫാമിലി. വൈകുന്നേരം വന്ന് ഭാര്യയുടെ പിണക്കവും സങ്കടവും കേൾക്കൽ മാത്രമല്ല, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങൾ കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കി വയ്ക്കുക. 1-2 ആൾ മതി. ഇടയ്ക്കെങ്കിലും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. റിട്ടയർമെൻറ്റിന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി വയ്ക്കുക. അല്ലാതെ മക്കൾ നോക്കും എന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട. നിങ്ങളുടെ പാരൻസ് അവരുടെ ബാധ്യത മൊത്തം നിങ്ങൾക്ക് തന്നു, നിങ്ങളതൊക്കെ വീട്ടി, നിങ്ങൾ പെങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളുടെ കാര്യം നോക്കി, വീട്ടിലെ കാര്യം നോക്കി. പക്ഷേ ഇനി വരുന്ന തലമുറ അങ്ങനെ നിങ്ങളുടെ ബാധ്യത ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവർ രാജ്യം വിട്ടു പോകും. അപ്പോൾ അത് നിങ്ങളുടെ തലയിൽ തന്നെയാവും. സോ നിങ്ങൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞാലും വരുമാനം ഇല്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് വരുമാനമുള്ള കാലത്ത് തന്നെ നിങ്ങൾ ചെയ്തു വയ്ക്കുക. ഇത്രയൊക്കെയാണ് ഈ ഒരു ട്രാപ്പിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടാനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ. കൂടുതൽ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ, ഞാനീ പറഞ്ഞത് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാവും, ഇതിനേക്കാൾ അപ്പുറത്തെ പണി കിട്ടിയ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതൊക്കെ ബാക്കി ആൾക്കാർ കാണട്ടെ.
സ്ത്രീകളും കാണട്ടെ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.